ഇവിടുന്ന് എനിക്ക് അവിടെ നിക്കാക്കിട്ടാ എന്റെ അതിർത്തിയിലേക്ക് ഇക്ക വരരുത്. ഞാൻ ഒന്ന് വഴുകി ഇക്കത് ഫുള്ളായി തീർക്കും. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, വൈകുന്നേരമായപ്പോ റൂമിലിരുന്ന് ബോറടിച്ചു. അപ്പൊ ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട് പറഞ്ഞപ്പോ പാർക്കിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് ഞാനും ഇക്കയും കൂടിയിട്ട്. അപ്പൊ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇസാക്ക? 2.5 കിലോമീറ്റർ. അപ്പോ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ചത്ത് ഗൈസ്, ചത്ത് 2.5 കിലോമീറ്റർ പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാ 2.5 ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ നടന്നതാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ലൊക്കേഷൻ നോക്കിയപ്പോ അവിടെ എത്താനായി എന്നൊക്കെ പറഞ്ഞത്. അയ്യോ, ഇനിയിപ്പോ സൺഡേ വീട്ടില് വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല, ഞാൻ ഇല്ല നടക്കാൻ. എങ്ങനെയുണ്ട് കഥച്ചോ? മതിയായില്ലേ? പെട്ടെന്ന് എത്തിയാ മതിയായിരുന്നു. ഫൈനലി അങ്ങനെ കൊറേ നടന്ന് പാർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പാർക്കിന്റെ പേര് വന്നിട്ട് കാണിച്ചു തരാം, അൽ സുറൂർ പാർക്ക് കേട്ടോ. ഇതാണ്. അപ്പൊ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പൊ നമ്മള് ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള വലിയൊരു പാർക്ക് തന്നെയാണ്. കുട്ടികളൊക്കെ കുറെ കളിക്കുന്നുണ്ട്. പിന്നെ കുറെ ഫാമിലീസ് കപ്പിൾസ് ഒക്കെ ചില്ല് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നടന്ന് കിതച്ചതല്ലേ, ഞങ്ങളും ഒന്ന് എവിടെയെങ്കിലും ഇരുന്ന് ചില്ലിയായിട്ട്. അപ്പോ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. കുറെ ഫാമിലീസും കപ്പിൾസും കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള കുറെ സ്പേസും ഉണ്ട്. പക്ഷെ ഇരിക്കാനുള്ള സീറ്റ് എവിടെയില്ല. ലാസ്റ്റ് ഞങ്ങൾ ഇതാ താഴെ ഇരിക്കുകയാണ്. പക്ഷെ ഇവിടെയും കുറെ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഏകദേശം ഒരു 7:30 സമയം അടുത്ത് ആയില്ക്കാം. അപ്പൊ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി തിരക്ക് കുറവായിരിക്കും എന്നാണ് ഇക്ക പറഞ്ഞത്. അപ്പൊ ഞങ്ങളൊന്ന് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ചില്ലായിട്ടാ അല്ലക്ക. പുറത്ത് നല്ല എന്താണ്, ഇപ്പൊ ഇവിടെ അബുദാബിയിലുള്ള ക്ലൈമറ്റ് വന്നിട്ട് നല്ല ചൂടാണ്. പക്ഷെ ഈ ഒരു പാർക്കില് ഒരു ചെറുതായിട്ടൊരു തണുപ്പുണ്ട്. അങ്ങനെ അതായിരിക്കും അല്ലേ? ഇനി അതിന്റേതാണോന്ന് അറിയില്ല. ആണോ? അപ്പൊ എനിക്കറിയില്ല കേട്ടോ. ഇക്കാക്ക് പിന്നെ ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമ്മള് പുതിയ ആളല്ലേ. അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാൻ. കുറേ ഫാമിലീസ് ഉണ്ട്, നിറയെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ തിരക്ക് നല്ല ഉള്ളത് കാരണം ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്. ഞാൻ അവിടുന്ന് എണീച്ചു. ഇവിടെ ഒരു സീറ്റ് ഒഴിവാണ്ടപ്പോ ഇവിടെ വന്നിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഈ പാർക്ക് കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫാമിലി ആയിട്ടൊക്കെ കപ്പിൾസ് ആയിട്ടൊക്കെ ചില്ല് ചെയ്യാന്, ഒന്ന് ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ അടിപൊളിയല്ലേക്കാ. നല്ല നല്ല പാർക്കല്ലേ, വൈബ് ഉണ്ട്. പിന്നെ കുട്ടികൾ കുറെ കളിക്കുന്നുണ്ട്, ഷട്ടിൽ ബാറ്റ്, ഫുട്ബോള്. അതെ, ഒന്ന് മൈൻഡ് ഒക്കെ ഒന്ന് ക്ലിയർ ആവും. വെറുതെ ഇരിക്കണേക്കാട്ടി നല്ലത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പാർക്കിലേക്കൊക്കെ വരികയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും അല്ലേ? അങ്ങനെ പാർക്കിൽ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങി. ഇതപ്പോ ഒരു ടീ ഷോപ്പിൽ വന്നിട്ട് ഇക്ക നല്ല അടിച്ച ചായയും ഞാൻ നല്ല സ്ട്രോങ് കോഫി ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമ്മൾ വേറൊരു സംഭവം കൂടി പറഞ്ഞിട്ടില്ല, എന്തായിരുന്നു അത്? പൊറാട്ട എല്ലുകറി ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് അതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം നമ്മുടെ സാലഡ് പ്രസന്റ് ആയിട്ടുണ്ട്. ഇനി അത് വരാൻ വെയിറ്റ് ചെയ്തിരിക്കണം. അത് വന്നിട്ട് ഇനി കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഡിഷ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊറാട്ട എല്ലുകറി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മെനു നോക്കിയപ്പോഴാണ് കപ്പ ബിരിയാണി കൂടി ഉണ്ട്. അപ്പൊ ബീഫ് കപ്പ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വരുമ്പോ ഇനി കാണിച്ചു തരാം. ആണോ? അതിനെപ്പോഴാണ് നോട്ടീസ് ചെയ്യണേ? ഇവിടെ നോക്കട്ടെ. ആ ശരിയാട്ടോ. ഇക്ക് ഇവിടെ ഇരുന്നിട്ട് എങ്ങനെ കണ്ടു കടന്റെ പേര്? ആണാ? നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? ഇനി അറ്റാക്ക് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? Yes, I'm ready. 1 spoon already. അതെ, ഒരു സ്പൂൺ കൂടി പറഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ? നമുക്കിത് ഇവിടുന്ന് എനിക്ക് അവിടെ നിക്കാക്കിട്ടാ എന്റെ അതിർത്തിയിലേക്ക് ഇക്ക വരരുത്. ഓക്കെ, ചിരിക്കരുത്, വരരുത്. ഇക്ക കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് പറയും. എങ്ങനെ കപ്പ ബിരിയാണി? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാ എനിക്കിതാ, ഞാൻ കഴിച്ചു നോക്കട്ടെ ഏട്ടെന്നാ. ഒരു പീസ് ബീഫും ഈ കപ്പയും ഒരു പീസ്, പിന്നെ അതിന്റെ സവാളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട്. ഓ ചൂട്, നല്ല ടേസ്റ്റ്. ഞങ്ങളിവിടെ ഭയങ്കര തിരക്കിലാണ്. ഞാൻ ഒന്ന് വഴുകി ഇക്കത് ഫുള്ളായി തീർക്കും. അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. കോഫിയും കപ്പ ബിരിയാണിയൊക്കെ അടിപൊളിയായി കഴിച്ച് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. നല്ല എരിവുണ്ടെങ്കിലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എരിവുണ്ട്, സ്പൈസിയാണ്. പക്ഷെ അടിപൊളി കപ്പ ബിരിയാണി ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കപ്പ ബിരിയാണി?
കപ്പ ബിരിയാണി അടിപൊളിയാണ്, പക്ഷെ എരിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇക്കാക്ക് അധികം എരിവിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കും. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല എരിഞ്ഞിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റി. ഇസാക്ക ഇനി എങ്ങോട്ടാ? നമുക്ക് മദീനയിൽ കൂടി പോയിട്ട് അപ്പോ മദീന സൂപ്പർ മാർക്കറ്റിലും കൂടി ഒന്ന് കേറിയിട്ട് റൂമിലോട്ട് പോവാ വിചാരിച്ചു. നമ്മളിപ്പോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ വാങ്ങും, അല്ലെങ്കിൽ ജസ്റ്റ് കറങ്ങിയിട്ട് ഇറങ്ങാനാണ് പ്ലാൻ ലൈക്ക്. അപ്പൊ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ബീഫിന്റെ സെക്ഷനിലേക്ക് വന്നപ്പോ ഒരു ഹാഫ് kg ലിവർ വാങ്ങിട്ടോ. ബീഫിന്റെ ലിവർ ഹാഫ് kg ബീഫും കൂടി എടുക്കുന്നുണ്ട്. ഇതാ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. തിരിച്ചു നടന്ന് റൂമിലേക്ക് എത്താനുള്ളതല്ലേ, അപ്പൊ ഒരു മൗണ്ടൻ ഡ്യൂ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.